മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷുക്കണി ഒരുക്കാനായിട്ട് വിഗ്രഹം ഒന്നും കൊണ്ടുവരാത്ത ഉണ്ണിയാണെങ്കിൽ കരുണയാണെങ്കിൽ നല്ല പോലെ തന്നെ വഴക്ക് പറയുന്നു. നിങ്ങൾ എന്നാണ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ള സമയത്ത് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണനാണെങ്കിൽ വിഗ്രഹമെല്ലാമായിട്ട് കരുണയ്ക്ക് സമ്മാനിക്കുന്നു. ഇത് കണ്ട് കരുണയാണെങ്കിൽ ആകെ സന്തോഷിക്കുന്നുണ്ട്. കണ്ടു പഠിക്കും ഉണ്ണിയേട്ടാ. അതേ കണ്ണേട്ടനാണെങ്കിൽ ഞാൻ പറയാതെ തന്നെ എനിക്ക് വിഗ്രഹവുമായിട്ട് വന്നത് കണ്ടില്ലേ, അങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു പഠിക്കുന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് വളരെയേറെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉണ്ണി പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ജോലിയും കൂലിയും ഒന്നുമില്ല, അപ്പോൾ ഉള്ള സമ്പാദ്യം എനിക്ക് സൂക്ഷിച്ച് വെക്കണമെന്നെല്ലാം പറയുന്നുണ്ട്. ഉണ്ണിക്ക് എന്തോ ഒരു സംശയം കടന്നു കൂടിയിട്ടുണ്ടെന്ന് കണ്ണന് മനസ്സിലാകുന്നു. അങ്ങനെ കണ്ണനാണെങ്കിൽ ഉണ്ണിയെ വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് ഇനി തന്നെ തീരുമാനിക്കുകയാണ്. പിന്നീട് ഉണ്ണിയാണെങ്കിൽ വളരെ സംശയത്തോടു കൂടി തന്നെ നടക്കുകയാണ്. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇയാളുടെ എല്ലാ കള്ളങ്ങളും പൊളിക്കണമെന്ന് തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ ഉണ്ണി മുകളിലോട്ട് വരുന്ന സമയത്ത് കണ്ണൻ്റെ റൂമാണെങ്കിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട് ഉണ്ണിയാണെങ്കിൽ കണ്ണൻ്റെ അടുത്ത് ചെന്ന് എന്താണ് കണ്ണൻ പറയുന്നതെന്ന് കേൾക്കാനായിട്ട് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു. അതേസമയം കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ നല്ല രീതിക്ക് സംസാരിക്കുന്നു. അങ്ങനെ മഹിയോടാണെങ്കിൽ കുശലങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹി പറയുന്നുണ്ട്, എന്താ കണ്ണേട്ടാ എപ്പോഴും ഇങ്ങനെ തന്നെ തുടർന്ന് പോയാൽ മതിയോ, നമുക്ക് ഈ നാടകങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എൻ്റെ പ്രസവം കഴിയുന്നത് വരെ ഇങ്ങനെ തന്നെ തുടർന്ന് പോകാനാണോ കണ്ണേട്ട തീരുമാനിച്ചിരിക്കുന്നതെന്നെല്ലാം മഹി ചോദിക്കുമ്പോൾ അതുവരെ ഒന്നും പോകില്ലടോ, അതിനു മുമ്പ് തന്നെ നമുക്കിതെല്ലാം അവസാനിപ്പിക്കണം. അമ്മയെ കാണാതിരിക്കുന്നത് തന്നെ എനിക്ക് വളരെ വിഷമമാണ്. പിന്നെയാണ് എൻ്റെ കുഞ്ഞിനെയും കൂടെ എന്ന് പറയുന്നത് കേട്ട് മഹിക്കാണെങ്കിൽ ആകെ ഒരു നാണം വരുന്നു. അതേസമയം ഉണ്ണിയാണെങ്കിൽ കണ്ണൻ്റെ റൂമിൻ്റെ വാതിലിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. എന്തൊക്കെയോ കണ്ണൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഉണ്ണിക്ക് വളരെ ക്ലിയറായിട്ട് കേൾക്കുന്നില്ല. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കരുണ വരുന്നുണ്ട്. കരുണയെ കാണുന്നത് ഉണ്ണി ആകെ വല്ലാതെയാകുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് ദേഷ്യപ്പെടുന്നു. നിങ്ങൾക്ക് നാണമില്ലേ ഉണ്ണിയേട്ട ഇങ്ങനെ വന്ന് നിൽക്കാൻ? ഒരാളുടെ വാതിലിൻ്റെ പിറകിൽ നിന്ന് എന്ത് കേൾക്കാനാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അയാളെ സംശയമുണ്ട്. അയാളാണെങ്കിൽ ആ ലക്ഷ്മിയോടായിട്ടാണ് സംസാരിക്കുന്നത്, അതെനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായി എന്ന് പറയുമ്പോൾ അയാൾക്കാണെങ്കിൽ ഇപ്പോൾ ലക്ഷ്മിയെ കാണാൻ തന്നെ ഇഷ്ടമില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ സംശയിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കരുണ ദേഷ്യപ്പെടുകയാണ് ഉണ്ണിയോട്. നിനക്ക് എന്ത് പറ്റി കരുണേ? നിനക്കിപ്പോൾ കണ്ണേട്ടനോട് വളരെ സ്നേഹമാണല്ലോ, നീ എപ്പോഴും കണ്ണേട്ടൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് 24 മണിക്കൂറും കണ്ണേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, നിങ്ങളെന്താണ് ഇപ്പോൾ കണ്ണേട്ടനെ എന്നെയും കൂടെ കഥകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണോ എന്നെല്ലാം ഉണ്ണിയോട് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. എന്നാൽ പിന്നെ മിണ്ടാതിരിക്കും, ഞാൻ അങ്ങനെയൊന്നും കണ്ണേട്ടനെ കണ്ടിട്ടില്ല എന്നെല്ലാം ഉണ്ണി കരുണ പറയുന്നുണ്ട്. നിങ്ങൾ സംശയിച്ചത് കൊണ്ടൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ലക്ഷ്മിയെ സ്നേഹിക്കാത്ത എനിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തരുന്ന നിങ്ങളുടെ ഏട്ടനെ എനിക്ക് വളരെ ഇഷ്ടമാണെന്നെല്ലാം കരുണ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കരുണയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് കണ്ണേട്ടനെയും എന്നെയും കൂട്ടി സംശയിക്കരുതെന്ന്, എന്നിട്ട് പിന്നെ നീ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണെന്ന് സംശയിച്ച് പോകുമല്ലോ എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ നിങ്ങൾക്ക് വട്ടാണ് ഉണ്ണിയേട്ടാ, നിങ്ങൾ എന്താണെങ്കിലും കണ്ണേട്ടൻ്റെ പിറകെ നടന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ നടക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം തോന്നുന്നത്. പക്ഷേ ഞങ്ങൾക്കെല്ലാം ഇപ്പോൾ കണ്ണേട്ടൻ നല്ലവനാണ്, കണ്ണേട്ടൻ നമ്മളെല്ലാവരെയാണ് സ്നേഹിക്കുന്നത്, അല്ലാതെ ആ ലക്ഷ്മിയെ അല്ല എന്നെല്ലാം കരുണ പറയുന്നുണ്ട്. ഇനി ഒരിക്കലും ലക്ഷ്മിയെ കണ്ണേട്ടൻ ജീവിതത്തിലോട്ട് കൊണ്ടുവരില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണെന്നും കണ്ണേട്ടൻ ഇനി ഒരിക്കലും അവളെ ആഗ്രഹിക്കില്ല എന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട്, ഇതെല്ലാം അയാളുടെ തന്ത്രമാണെന്നും അയാളുടെ നാടകമാണെന്നുമുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഞാൻ തെളിവോടുകൂടി തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ കാണിച്ചു തരും, അപ്പോഴാണ് നിങ്ങൾക്കിതെല്ലാം മനസ്സിലാകുക എന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.